ഈ റിങ്ങുകളിൽ ഓരോ വിങ് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ പൈപ്പുകളെ എടുത്ത് മാറ്റാനും തിരിച്ചു പിടിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ആ വിങ് നട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ ത്രെഡഡ് ബോൾട്ടിൽ നിന്ന് നമുക്ക് വേണ്ട നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് 3mm സ്റ്റെയിൻലെസ് സ്റ്റീൽ പട്ടയിൽ നിന്നും 3.5 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കോർണറുകൾ റൗണ്ട് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കുക. ബോൾട്ട് കയറത്തക്ക രീതിയിൽ ആ പീസിൻ്റെ നടുക്ക് ഒരു വെട്ടിടുക. ബോൾട്ട് വെട്ടിനകത്ത് വെച്ച് വെൽഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഒരു വാഷർ വെച്ച് അതും കൂടെ ഒന്ന് വെൽഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ വിങ് നട്ട് റെഡിയായി. അതിൻ്റെ നട്ടിനെ നമ്മുടെ സ്റ്റീൽ റിങ്ങയിലോട്ടൊന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിക്കുക. സംഭവം റെഡി. ഇതുപോലെ ബാക്കി 5 റിങ്ങയിലും വിങ് നട്ട്സ് ഉണ്ടാക്കി പിടിപ്പിക്കുക. ബാക്കി 5 വിങ് നട്ടുകളും നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വിങ് നട്ട്സ് പിടിപ്പിച്ച എല്ലാ റിങ്സും റെഡിയായി. ഇനി നമുക്ക് ഡെക്ക് ഫ്രെയിം ഒന്നുണ്ടാക്കാം. 4x2 സെൻറ്റിമീറ്ററിൻ്റെ 304 ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. പൈപ്പിനകത്ത് വച്ചിരിക്കുന്ന തെർമോക്കോൾ ഡിസ്കുകളുടെ നടുക്ക് റിങ് വരത്തക്ക രീതിയിലുള്ള ഹോളുകൾ ഈ പൈപ്പിൽ 3 സ്ഥലത്തായിട്ട് മാർക്ക് ചെയ്യണം. ഈ മാർക്കുകളിലൂടെ 7 അല്ല 8mm ഹോളിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് സ്മൂത്താക്കി എടുക്കുക. ആ ഹോളുകൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ചെറിയ പൈപ്പിൻ്റെ കഷ്ണത്തിൽ ആ റിങ്ങും പിടിപ്പിച്ച് റിങ്ങിലോട്ട് ഈ ഡെക്കിൻ്റെ ഹോളിലൂടെ വിങ് നട്ട് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. ഇനി ആ പൈപ്പിൻ്റെ അറ്റമൊക്കെ ഒന്ന് അടച്ചെടുത്ത് അതിനെ തമ്മിൽ വെൽഡ് ചെയ്തെടുക്കാം. ഒരു റെക്റ്റാങ്കുലർ ആയിട്ടൊന്ന് വെൽഡ് ചെയ്തെടുക്കണം. ഞങ്ങൾ ഈ ഡെക്ക് ഫ്രെയിമിന് 90 സെൻറ്റിമീറ്റർ വീതിയാണ് കൊടുത്തിരിക്കുന്നത്. 2 നീളമുള്ള പൈപ്പുകൾ ഈ PVC പൈപ്പിൻ്റെ മുകളിൽ കൂടെ നീളത്തിൽ ഇങ്ങനെ പറ്റിക്കിടക്കും. പിന്നെ അതിന് ക്രോസായിട്ട് 2 അറ്റത്തും ഓരോന്നും നടുക്കും ഒരു പൈപ്പ്. ഇതാണ് ഒരു ബേസിക് സ്ട്രക്ചർ. ഇതുപോലെ. ഇനി ആ ജോയിൻറ്റുകളൊക്കെ നന്നായിട്ടൊന്ന് സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യുക. ഇതിനിടയിൽ കൂടെ വെക്കേണ്ട പൈപ്പുകളും അതിൻ്റെ അളവുകളും എല്ലാം നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക.
ഇതാണ് ആ ബേസിക് ഫ്രെയിം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സീറ്റും അതേലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട്. കൊള്ളാം, നന്നായിട്ട് വന്നു അത്.